ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ വളരെ കുറച്ച് മാത്രം ലഭിക്കുന്ന, അഥവാ ഇപ്പോൾ നമ്മളുടെ കടയിൽ നമ്മളൊരു ഷോപ്പിൽ കയറിയാലും നമുക്ക് എവിടെയും കിട്ടാനില്ലാത്ത ഒരു മോഡലായ ഹോണറിൻ്റെ X60 5G എന്ന് പറയുന്ന പുതിയൊരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു പെട്ടെന്നൊരു ക്വിക്ക് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോൺ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ദുബായിൽ നിന്നാണ് ഞാൻ ഈ ഫോൺ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോൺ നമുക്ക് ഏകദേശം നമുക്ക് നാട്ടിലൊരു നമുക്കൊരു 25,000-25,000 നമുക്ക് ഫോൺ കിട്ടുന്നതാണ്. നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാനുള്ളത്. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു, എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാം. ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്കിൻ്റെ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറും കാലിയാണ് ഗൈസ്. നമുക്കിതങ്ങോട്ട് മാറ്റാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ആർക്കും വേണ്ടാത്തൊരു യൂസർ മാനുവൽ വേണ്ട, എൻ്റെ കാര്യമില്ല. നമുക്ക് ഇങ്ങനെ നേരെ ഫോൺ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഫോണിൽ നിന്നൊക്കെ പിന്നെ വരാം. ഫോൺ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് കൊള്ളാമല്ലോ, പുതിയ മോഡലായിട്ട് നമ്മൾ മറ്റേ മൈക്കൊക്കെ ഫിറ്റ് ചെയ്യുന്ന കണക്കാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. നമുക്ക് കേസ് നോക്കാം. ഒരു TPU കേസുണ്ട്. വളരെ ചീപ്പ് ക്വാളിറ്റിയാണ്, എന്നാലും നമുക്കൊരു 2/10 കൊടുക്കാം. ചീപ്പ് ക്വാളിറ്റിയുള്ള TPU കേസുണ്ട്. നമുക്ക് ചാർജറും കേബിൾ ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു. കേബിൾ നമുക്ക് ഒരു Type-C കേബിളുണ്ട്. അതുപോലെ തന്നെ കേബിൾ ഞാനത് വയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേബിൾ എടുത്തതുകൊണ്ടാണ്. പിന്നെ നമുക്കൊരു ഇൻ്റർനാഷണൽ മോഡൽ ചാർജിങ് പ്ലഗാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. ഫോണിൻ്റെ വിശേഷങ്ങളെ പറ്റി കാണാം. ഇതൊക്കെ വേറെ ഒന്നുമില്ല, നമുക്കൊരു സിം ചെക്കിങ് ടൂൾ, ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഫോണിൻ്റെ കാര്യങ്ങളെ പറ്റി കാണാം. ആദ്യമായിട്ട് നമുക്ക് ഫോൺ വരുമ്പോൾ ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് ബോക്സിൻ്റെ പുറത്തോട്ടിരിച്ചിരുന്നതാണ്. ഓക്കെ, നമുക്കിനി തുടങ്ങാം. ഫോണെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 50 മെഗാ പിക്സലാണ് ഇതിൻ്റെ ഇത് ഫ്രണ്ട് വരുമ്പോൾ 13 ഉള്ളൂ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ബാക്ക് ആണെങ്കിൽ നമുക്ക് 50 മെഗാ പിക്സലാണ്. ഫുള്ളി AI അടിച്ച് കുത്തി കയറ്റിയ മോഡലൊരു ഫോണാണ്. നമുക്ക് ഫോണിൽ തന്നെ ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് ടെമ്പർ ഉണ്ട്. ഞാനത് അല്ലാതെ കൊണ്ടുപോയി നമ്മളിവിടെ സാധാരണ 5D ഗ്ലാസ് ഒട്ടിച്ചയക്കുകയാണ്. ഓക്കെ, നമുക്കിനി ഫോൺ ഓണാക്കാം. ഫോൺ ഓണാക്കേണ്ട പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് സൈഡ് ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. വോളിയം ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും വോളിയം തരക്കേടില്ല, എങ്കിലും വോളിയം പവർ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഫോൺ ഓണായിട്ടുണ്ട്. നമുക്കിനി ഫോണിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. ഞാൻ ഓൾറെഡി ലോഗിൻ എല്ലാം ചെയ്തത്. നമുക്ക് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് വെറും ഒരു പ്ലാസ്റ്റിക്കാണ്, എങ്കിലും അത്യാവശ്യം നമുക്കൊരു ഒരു മോഡലൊക്കെ ഉണ്ട്. നമുക്കൊരു ഒറ്റ സിംഗിൾ സ്പീക്കറാണ് മാത്രമേ ഉള്ളൂ. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിലും ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം വയർഡ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെട്ട ഒരു സാധനമാണ്. ഇനി നമുക്ക് അടുത്ത നോക്കട്ടെ, ഓണായി വരട്ടെ. ഓക്കെ, നമുക്ക് മാജിക് OS ആണ് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും കാണാം. പക്ഷേ ഓണായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. MediaTek Dimensity ആണ് വരുന്നത്. Dimensity 6800 നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ചെക്ക് ചെയ്യാം. നമുക്ക് ബാറ്ററി വരുന്നത് നോക്കട്ടെ,
ബാറ്ററി നമുക്ക് വരുന്നത് ഏകദേശം 6000 അടുപ്പിച്ചേ വരുന്നുള്ളൂ. അതാണ് ഞാനിങ്ങനെ നോക്കുന്നത്. 6000 mAh ഇത് കാണിക്കണുള്ളൂ. ഇപ്പോഴും 30% ഇപ്പോൾ നമുക്ക് 2 അവർ 54 മിനിറ്റ് റിമൈനിങ് ഉണ്ട്. അത്യാവശ്യം നല്ല ബാക്കപ്പ് ഉള്ളൊരു ഫോണാണ്. നിങ്ങൾക്ക് നോക്കിയാലും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഹോണർ X60 5G റോം 256 GB റാം 4 GB ആണ് എന്നത്. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഓഷ്യൻ സിയാൻ എന്ന് പറയുന്നൊരു കളറാണ്. നമുക്ക് ഡുവൽ സിം ഇടാൻ പറ്റും. ഇവിടെയാണ് അതിൻ്റെ സിമ്മിൻ്റെ കാര്യങ്ങൾ. നമുക്ക് അത്യാവശ്യം ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ നോക്കി പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഗെയിമിംഗ് ഒക്കെ പക്കയാണ് ഉണ്ട്. വേറെ നമുക്ക് ക്യാമറ ക്വാളിറ്റിയും കൂടെ ഒന്ന് നോക്കാം. നമുക്കൊരു ഇതിൻ്റെ തന്നെ ഒരു ഫോട്ടോ എടുക്കാം. കിട്ടില്ല ക്യാമറയാണ്. നോക്കും കിട്ടില്ല ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇനി ഇതിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ പറ്റി നോക്കാം. വേറെ നമുക്ക് ഇത് വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രിപ്പായിട്ടാണ് കാണിക്കുന്നത്. വേറെ ഒറ്റ ക്യാമറയാണ്. നമുക്കിവിടെ ഒരു സൂമിങ് പരിപാടികളുണ്ട്. പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു ബഡ്ജറ്റ് ഫോൺ ഹോണർ. ശരി.